Blessing today. ബ്ലെസ്സിംഗ് ടുഡേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന കുണ്ടറയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, കുണ്ടറയിൽ നിന്നുള്ള തോമസ് എന്ന് പറയുന്ന സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കിഡ്നിയുടെ പ്രശ്നത്തിൽ കർത്താവെ ഇപ്പോൾ പൂർണ്ണമായ സൗഖ്യം വൃക്കകളിൽ സംഭവിക്കട്ടെ, പൂർണ്ണമായ വിടുതൽ സംഭവിക്കട്ടെ. ഭാര്യ അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർത്രൈറ്റിസിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യമുണ്ടാകട്ടെ. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ വിവാഹത്തിന് വേണ്ടി അപ്പോൾ തന്നെ കർത്താവ് ഒരു നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾക്ക് വേണ്ടി തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ജോലി ഉണ്ടാകട്ടെ. കൊച്ചുമകൻ അപ്പുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവൻ്റെ കർത്താവെ സംസാരം ഏറ്റവും വ്യക്തതയുള്ളതായിട്ട് മാറട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, കുടുംബത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറയ്ക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ബ്രദർ തോമസിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Brother Damien ministering in USA. Festival of Blessing, Santiago. September 11th, Friday, 7:30 p.m. September 12th, Saturday, 10:30 a.m. and 6:30 p.m. September 13th, Sunday, 11 a.m. India Christian Fellowship, Santiago, 13501 Community Road, Poway, California, 92064. Call 562-8240-137. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. ബ്രദർ പറഞ്ഞത് ഇങ്ങനെയാണ്, താനൊരു ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഓക്കെ. വേറെ എങ്ങും പോകാറില്ല. തനിക്ക് സ്വന്തമായിട്ട് കുറച്ച് റബ്ബർ തോട്ടമുണ്ട്. അവിടെ താൻ തന്നെയാണ് സ്വന്തമായിട്ട് ടാപ്പിംഗ് ഒക്കെ നടത്തുന്നത്. മുതലാളി തന്നെ തൊഴിലാളിയുമാണ്. ഓക്കെ. പറഞ്ഞത് ഇങ്ങനെയാണ്, 2 മാസങ്ങൾക്ക് മുൻപ് തനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി. ഓക്കെ. അപ്പോൾ ബ്രദറിൻ്റെ ഭാര്യ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ആളാണ്. പക്ഷേ തന്നെ കൂടെ നിർബന്ധിച്ച് ഈ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ താൻ ടാപ്പിങ്ങിന് വേണ്ടി പോയാൽ കൃത്യം 7 മണിയാകുമ്പോഴേക്കും ഭാര്യ വിളിച്ചു വരുത്തും. 7 മണിക്ക് വീട്ടിൽ തിരിച്ചു വരണം ബ്ലെസ്സിംഗ് ടുഡേ കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. ഓ. ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം എല്ലാ ദിവസവും കാണും. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ താൻ കേൾക്കാറുണ്ട്. അങ്ങനെ ഈ ബ്ലീഡിങ് വന്നപ്പോൾ സംഭവിച്ചത് ഒറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ബ്ലീഡിങ് വന്നു. അപ്പോഴപ്പോൾ തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് ഒരു തോന്നൽ വരിക. അങ്ങനെ തോന്നുമ്പോഴൊക്കെ ടോയ്ലറ്റിൽ പോയാൽ ബ്ലഡ് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോഴേക്കും വല്ലാത്ത ഭയമായി. ബ്രദർ പറഞ്ഞത് ക്യാൻസർ ആണോ, വേറെ എന്തെങ്കിലും പ്രോബ്ലം ആണോ, എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആകുലതയായി. അങ്ങനെ ഇരിക്കുമ്പോൾ പതിവ് പോലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിൻ ബ്രദർ അന്നത്തെ ദിവസം പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളുടെ രോഗം എന്തു തന്നെയായാലും ഇപ്പോൾ തന്നെ TV-യിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഭാര്യ തൻ്റെ കൈകൾ TV-യിലോട്ട് നീട്ടിപ്പിടിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഓക്കെ. ബ്രദർ പറഞ്ഞത് ആ നിമിഷം വരെ ഒരു 3-4 പ്രാവശ്യം പോയി വന്നു കഴിഞ്ഞു ടോയ്ലറ്റിൽ. ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ ആ സമയം തന്നെ, ആ സെക്കൻഡിൽ തന്നെ തൻ്റെ രോഗം മാറിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തോന്നൽ പിന്നെ ഇല്ല അവിടെ. അങ്ങനെ ടോയ്ലറ്റിൽ പോകാനും തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എത്ര നാൾ മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്? ഏകദേശം 2 മാസമായി. ഓ, 2 മാസത്തിന് മുമ്പ് നടന്ന സംഭവമാണ്.
അതിനുശേഷം പിന്നെ നോർമലാ അന്ന് അവിടെ ഫുൾ സ്റ്റോപ്പ് അടിച്ചു. അതിനുശേഷം പിന്നെ ഇത് വന്നിട്ടില്ല. കർത്താവിനെ സൗഖ്യമാക്കാൻ ഒരൊറ്റ സെക്കൻഡ് മതി. വിശ്വസിക്കാമോ സഹോദരിമാരെ, സഹോദരന്മാരെ? തന്നെയുമല്ല, ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എൻ്റെ മകൾക്ക് വേണ്ടി യേശു കർത്താവ് ചെയ്തത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ബാംഗ്ലൂരിൽ പഠിക്കുവാണ് താൻ. ബാംഗ്ലൂർ വെച്ച് തനിക്ക് ഡെങ്കിപ്പനി പിടിപെട്ടു. ബാംഗ്ലൂരിൽ ഒരു 4 ദിവസം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇത് ഡെങ്കി ഫീവർ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാം, അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ബ്ലഡ് കൗണ്ട് ഡൗൺ ആയി പോകും. അവിടെ നിന്നും ഇവർ നാട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ലോക്കൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവർ അവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് വളരെ അപകടമാണ്, കുറഞ്ഞു തന്നെ പോവുകയാണ്, നിങ്ങൾ വേഗം തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. ഇവർ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നു. അവിടെ ഡോക്ടറെ കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞു, അന്ന് ചെക്ക് ചെയ്തപ്പോഴേക്കും ഏകദേശം 20,000-ൽ താഴെയായിരുന്നു കൗണ്ട്. കൂടുന്നുണ്ടായിരുന്നില്ല. അങ്കിളിന് പഴയതുപോലെ ഭയങ്കര പ്രയാസമായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ബ്ലെസ്സിങ് ടുഡേ ഉണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് വേഗം തന്നെ ആ കോൾ സെന്ററിലെ നമ്പർ എടുത്ത് താൻ ഡയൽ ചെയ്തു. അവിടുത്തെ ഒരു പ്രയർ വാരിയറെ കിട്ടി, പ്രാർത്ഥിച്ചു. അവിടുന്ന് തന്നെയുമല്ല, അതേ സമയം തന്നെ കണ്ണൂരുള്ള ഒരു ബ്രദറിന്റെ നമ്പർ ഉണ്ടായിരുന്നു. ആ ബ്രദറിനെയും വിളിച്ചു പ്രാർത്ഥിച്ചു. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഇപ്പോൾ തന്നെ ബ്ലഡ് കൗണ്ട് ഉയരാൻ തുടങ്ങും, അങ്കിൾ വേഗം ചെന്ന് ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. വളരെ സമാധാനമായി ഓടിച്ചെന്ന് ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ചെറിയ തരത്തിൽ ബ്ലഡ് കൗണ്ട് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് നല്ല ലക്ഷണമാണ് എന്ന് പറഞ്ഞു. തുടക്കത്തിൽ ചെറിയ രീതിയിൽ കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, പേടിക്കാനില്ല, ഇനി അത് കൂടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ 2 അത്ഭുതങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. Today I'm going to speak to you about benefits of pleasing God. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഇതാണ്: ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുകൂലതകൾ, അനുഗ്രഹങ്ങൾ. Many people have a tendency to please man. ഒത്തിരി ആളുകൾക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി ആളുകൾക്കുണ്ട്. This is because they know that if I please so and so person, I will get some benefits from him. അങ്ങനെ നമ്മൾ ചെയ്യാൻ കാരണം, മനുഷ്യനെ പ്രസാദിപ്പിക്കാനുള്ള കാരണം, ഇന്ന മനുഷ്യനെ ഇന്ന വ്യക്തികളെ നമ്മൾ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില നല്ല കാര്യങ്ങൾ, ചില നന്മകൾ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. In the olden days, when there were kings and all in this world, the subjects used to visit the king with a lot of gifts. പഴയകാലത്ത് രാജാക്കന്മാർ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന പ്രജകൾ രാജാക്കന്മാരെ കാണുവാൻ ഒത്തിരി സമ്മാനങ്ങളുമായി രാജാക്കന്മാരുടെ അടുക്കൽ ചെല്ലാറുണ്ടായിരുന്നു. First they place all the gifts at their footstool. എല്ലാവരും ചെയ്യുന്ന ആദ്യം ഈ രാജാക്കന്മാരുടെ കാൽപാദങ്ങളിൽ ഈ സമ്മാനങ്ങൾ ആദ്യം അവർ വെക്കും, so that they will be pleased with these people. കാരണം എന്താണ്? ഈ ജനങ്ങൾ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് രാജാവ് അവരിൽ പ്രസാദിക്കണം. But these people may be very poor. ഈ ആളുകൾ വളരെ പാവപ്പെട്ടവരായിരിക്കാം. But whatever they have, they will put at the footstool of the king. അവർക്കുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം കൊണ്ട് രാജാവിന്റെ കാൽപാദങ്ങൾ അവർ കൊണ്ടുവന്ന് Because they know one thing. അവർക്കൊരു കാര്യം അറിയാം. Before they leave the palace, അവർ ആ കൊട്ടാരം വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് the king will give them
a lot of gifts back. ഈ രാജാവ് ഒത്തിരി സമ്മാനങ്ങൾ ഇവർക്ക് തിരികെ നൽകാൻ പോവുകയാണ്. And that cannot be compared with the gifts they are giving to the king. അവർ രാജാവിന് കൊടുത്ത സമ്മാനവും രാജാവ് അവർക്ക് തിരിച്ചു കൊടുക്കുന്ന സമ്മാനവും തമ്മിൽ താരതമ്യപ്പെടുത്തുവാനേ സാധ്യമാകുകയില്ല. So when they go back, they will have much more things in their hands. അവർ തിരികെ പോകുമ്പോൾ അവരുടെ കയ്യിൽ ഒത്തിരി ഒത്തിരി നിരവധിയായ സമ്മാനങ്ങളുമായിട്ടായിരിക്കും അവർ തിരികെ പോകുന്നത്. So giving gifts to a king is very profitable. രാജാവിന് ഒരു സമ്മാനം കൊടുക്കുന്നത് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. But actually what they are doing is they are pleasing a man. സത്യത്തിൽ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അവരൊരു മനുഷ്യനെയാണ് പ്രസാദിപ്പിക്കുന്നത്. But if we are pleasing our God, King of Kings and Lord of Lords, എന്നാൽ നമ്മൾ നമ്മുടെ ദൈവമാകുന്ന രാജാതി രാജാവായ കർത്താതി കർത്താവായ ദൈവത്തെ നമ്മൾ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ what kind of blessings will we be receiving from him? എത്ര വലിയ അനുഗ്രഹങ്ങളായിരിക്കും നമ്മൾ ആ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. So from today I encourage you brothers and sisters to please our God. ഇന്ന് ഇവിടെ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇന്നു മുതൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ ആരംഭിക്കുക. Today I'm going to speak to you what are the benefits of pleasing God. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ നന്മകൾ, അനുകൂലതകൾ. Number 1, write down. Number 1, our prayers will be answered. അതിലെ ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. John chapter 14, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം verses 13 and 14. അതിന്റെ 13-14 വാക്യങ്ങൾ. And I will do whatever you ask in my name, so that the Father may be glorified in the Son. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. You may ask me for anything in my name and I will do it. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതെന്തും ഞാൻ ചെയ്തു തരും. So when are our prayers answered? എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നത്? When God is pleased with us. ദൈവം നമ്മളിൽ പ്രസാദിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. So our aim should be somehow to please our God. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയെങ്കിലും എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. So that all our prayers will be answered. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ പൂർണ്ണമായി അതിന് ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. So in this gospel Jesus is saying, and John is recording, that Jesus is saying, I will do whatever you ask in my name, so that the Father may be glorified in the Son. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിന്റെ അരുളപ്പാടുകൾ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. And verse number 14 says, you may ask me for anything in my name and I will do it. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതെന്തും ഞാൻ ചെയ്തു തരും. And I will add one more scripture to it. ഇതിൽ മറ്റൊരു വാക്യം കൂടെ ഞാൻ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയാണ്. This is from 1 John chapter 3 and verse number 22. ഇത് യോഹന്നാൻ 1 യോഹന്നാൻ അതിന്റെ 3-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലാണ്. And receive from him anything we ask, because we keep his commands and do what pleases him. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് നമുക്ക് ലഭിക്കും. So when will we get answers for all our prayers? എപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങൾ ലഭിക്കപ്പെടുന്നത്? When we keep his commands and please him. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ പ്രമാണിക്കുക എന്നുള്ളതാണ്. When we read the New Testament, നമ്മൾ പുതിയ നിയമം മുഴുവൻ വായിക്കുമ്പോൾ Jesus has given us new commands. യേശു കർത്താവ് നമുക്ക് പുതിയ കൽപ്പനകൾ തന്നിരിക്കുകയാണ്. So when we get to know the commands, ദൈവത്തിന്റെ കൽപ്പനകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, and when we obey the commands, നമ്മൾ അതിനുശേഷം ആ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ, our God will be pleased with us. നമ്മുടെ ദൈവം നമ്മൾ പ്രസാദിക്കുകയാണ്. Hallelujah. Hallelujah. Shout a big hallelujah to God. കൈകൾ ഉയർത്തി ഒരു വലിയൊരു ഹല്ലേലൂയ ദൈവത്തിന് നൽകിയാലും. The second thing is we will have God's protection.
മറ്റൊരു കാര്യം, ദൈവത്തെ പ്രസാദിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയാണ്. Psalm 5 verse number 11 and 12. സങ്കീർത്തനങ്ങൾ 5-ാം അധ്യായം അതിന്റെ 11 മുതൽ 11-12 വാക്യങ്ങൾ. But let all who take refuge in you be glad. Let them ever sing for joy. Spread your protection over them, that those who love your name may rejoice in you. എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവരെല്ലാം സന്തോഷിക്കും. നീ അവരെ പരിപാലിക്കുന്നത് കൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും. നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും. Then verse number 12 says, surely Lord, you bless the righteous, you surround them with your favor as with a shield. 12-ാമത്തെ വാക്യം, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. Can I speak to you something this day? ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Brothers and sisters, let me tell you one thing. സഹോദരി സഹോദരൻ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. Everyone sitting here, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, there is a protection, God's protection over your life. ദൈവത്തിന്റെ ഒരു സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിന്റെ മേലിൽ, ദൈവത്തിന്റെ ഒരു വലിയ സംരക്ഷണമുണ്ട്. Because I am here to tell you that the Lord is pleased with you. ഞാൻ ഇന്ന് നിങ്ങളോട് ഇവിടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുകയാണ്. Hallelujah. Hallelujah. So God's protection is covering you as a tent. ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങളുടെ മേലിൽ ഒരു കൂടാരം പോലെ നിങ്ങളെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. I have heard this from someone. ഞാൻ ഒരാളിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. From a family, if a single person is coming forward to serve God, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ദൈവത്തെ സേവിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, there may be 5 or 6 or 7 members in a family, but if one person is coming forward to serve the true God, ഒരു കുടുംബത്തിൽ 5 or 6 എത്ര അംഗങ്ങളുണ്ടെന്നിരിക്കട്ടെ, എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ, because of that person the rest of the family will be protected. ആ വ്യക്തിയെ പ്രതി ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരും ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കാൻ പോവുകയാണ്. Did you get the point? നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായോ? Because of that person, an angelic protection will be spread over the rest of the family. ആ ഒരു വ്യക്തി യേശുവിന്റെ പിറകെ പോകുന്നത് കൊണ്ട് ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ള എല്ലാവരുടെ മേലും ഒരു മാലാഖമാരുടെ, ദൈവദൂതന്മാരുടെ ഒരു പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. The rest of the family members are not praying. ആ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കില്ല. They are not attending in any blessing center. ഏതെങ്കിലുമൊക്കെ ബ്ലെസ്സിംഗ് സെന്ററിൽ പങ്കെടുക്കുന്നവരായിരിക്കില്ല. But still there will be a protection of God over all of them. എന്നാൽ എങ്കിലും അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ ഒരു വലിയൊരു സംരക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. Do you know why? എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? Because according to Acts 16 and verse number 31, അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യപ്രകാരം, because of one person the rest of the family are candidates for salvation. ഒരു വ്യക്തി നിമിത്തം, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നിമിത്തം ആ കുടുംബത്തിലുള്ള ബാക്കി ഉള്ളവരെല്ലാം രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങപ്പെട്ടവരാണ്. Hallelujah. Hallelujah. They are to be saved in the days to come. അവർ ഇനി വരുവാനുള്ള കാലങ്ങളിൽ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി അതിനുവേണ്ടി തയ്യാറായിരിക്കുന്നവരാണ്. So because of that, the angels of God will be protecting their life. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ അവരെ ഓരോരുത്തരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. Because the first person is praying for the rest of the family members. കാരണം ആ രക്ഷിക്കപ്പെട്ട യേശുവിനെ അറിയുന്ന ഒരു വ്യക്തി ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. And because of that, there will be a protection of God spreading over all of them. അതുകൊണ്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരുടെ മേലും ദൈവത്തിന്റെ ഒരു സംരക്ഷണത്തിന്റെ ഒരു കൂടാരം ഓരോ വ്യക്തികളുടെ മേലും ഉണ്ടായിരിക്കുന്നതാണ്. I am speaking to all the wives sitting here. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യമാരോടും ഞാൻ പറയട്ടെ, Because you are a praying woman, your husbands will be protected. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ ദൈവത്തിലൂടെ ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കാൻ പോവുകയാണ്. And your children will be protected. നിങ്ങളുടെ മക്കൾ സംരക്ഷിക്കപ്പെടാൻ പോവുകയാണ്. And I am speaking to all the husbands here. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭർത്താക്കന്മാരോടും ഞാൻ
പറയട്ടെ, because you are serving God, നിങ്ങൾ ദൈവത്തെ സേവിക്കുന്ന ഒരു your വ്യക്തിയായതുകൊണ്ട് wife will be protected, നിങ്ങളുടെ ഭാര്യമാർ ദൈവത്തിന്റെ your സംരക്ഷണം children will അനുഭവിക്കും, be protected, നിങ്ങളുടെ മക്കൾ ദൈവിക സംരക്ഷണം your അനുഭവിക്കും, father and mother will be protected. നിന്റെ അപ്പനും അമ്മയും എല്ലാം ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കും. Give the Lord a clap offering കൈകൾ for അടിച്ചുകൊണ്ട് the protection of God. ദൈവം നൽകുന്ന ഈ സംരക്ഷണത്തിന് കൈകൾ അടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറഞ്ഞാലോ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. കേരളത്തിലെ 4 പട്ടണങ്ങളിലായി സെപ്റ്റംബർ 12 തിരുവനന്തപുരം പാണക്കാട് ഹാൾ, സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്കൊരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവികമായ അനുഗ്രഹങ്ങൾ കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും വന്നു ചേരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇപ്പോൾ തന്നെ രോഗികളായിട്ടുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തൊണ്ടയ്ക്ക് ക്യാൻസർ ഉള്ളൊരു വ്യക്തി ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തൊണ്ടയിലെ ആ ക്യാൻസർ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. ശരീരം മുഴുവൻ തടിച്ച് ചൊറിഞ്ഞ് അതിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ, അത് പഴുക്കുന്നത് പോലുള്ള അവസ്ഥയുള്ള ശരീരത്തിൽ അതുപോലെ ഇപ്പോഴും നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ചില ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തല മുഴുവൻ വല്ലാത്ത വേദന അനുഭവിക്കുന്ന, തലയുടെ ഇന്ന ഭാഗമെന്നില്ല മുഴുഭാഗത്തും നിങ്ങൾ വല്ലാത്ത വേദന അനുഭവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സൗഖ്യമാവുകയാണ്. സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞിട്ടുള്ളവർ യേശുവിനോട് ഇപ്പോൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും കർത്താവെ, അത്ഭുതകരമായ വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ ഈ വ്യക്തികളുടെ മേൽ വന്നു ചേരട്ടെ. പേര് വെളിപ്പെടുത്തിയതും പേര് വെളിപ്പെടുത്താത്തതുമായ എല്ലാ രോഗങ്ങളും ഈ സമയത്ത് സൗഖ്യമാകട്ടെ. രോഗികളായിട്ടുള്ളവർ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, യേശുവേ എന്നെ സൗഖ്യമാക്കണമേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് കഴിയാൻ സാധിക്കാത്തിടത്ത് യേശു കർത്താവിന് ഒരത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, യേശുവേ ഒരു അത്ഭുതം എനിക്ക് വേണ്ടി ഇപ്പോൾ അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ട് സ്വർഗത്തിൽ നിന്ന് അങ്ങ് മറുപടികൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാമ്പത്തികമായ
സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് ഇപ്പോൾ തന്നെ അവരുടെ ലോണിൻ്റെ പ്രശ്നത്തിൽ ദൈവമേ അത്ഭുതകരമായ ഒരു തീർപ്പ്, കർത്താവ് പറയുന്ന ഒരു തീർപ്പ് തന്നെ ആ കാര്യത്തിൽ ദൈവം തമ്പുരാൻ കൽപ്പിക്കാനായിട്ട് പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അക്കാര്യത്തിൽ ഒരു തീർപ്പ് അങ്ങ് കൽപ്പിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊരു പക്ഷേ പ്രാർത്ഥിച്ചു കാണില്ല, പക്ഷേ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി കൂടെ കർത്താവെ അങ്ങ് ചെയ്യണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ ആഴ്ച മുഴുവൻ നമ്മുടെ ഉത്സവകാല സീസണാണ്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ നടക്കുന്ന എപ്പിസോഡ് കാണാൻ മറക്കരുത്. പുത്തൻ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോവുകയാണ്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബ്രദർ ഡാമിയൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു മോട്ടിവേഷണൽ ഗൈഡ്, വിന്നേഴ്സ് ഫാക്ടറി. ഏത് തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഉത്കൃഷ്ടരാകുവാൻ പ്രചോദനം നൽകുന്ന രീതിയിൽ വിദ്യാർത്ഥികളുടെ മനഃശാസ്ത്രമനുസരിച്ച് തയ്യാറാക്കിയ ഒരു സചിത്ര പുസ്തകം. വിന്നേഴ്സ് ഫാക്ടറി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484 422 150.